ഖത്തറിലെ മണൽപ്പരപ്പുകൾക്ക് മുകളിൽ എന്ന് കേൾക്കുന്നത് പ്രത്യാശയുടെ സ്വരമല്ല, മറിച്ച് ഭീതിയുടെയും അനിശ്ചിതത്തിന്റെയും ഗർജനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ ഒന്നായ അൽ ഉദൈദ് വ്യോമതാവളം ഇന്ന് ആഗോള രാഷ്ട്രീയത്തിലെ ഒരു അഗ്നിപർവ്വതമായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ അതിർത്തികളിൽ അശാന്തി പുകയുമ്പോൾ അമേരിക്ക തങ്ങളുടെ അത്യാധുനികമായ ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കറുകൾ ഖത്തറിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ നീക്കം കേവലം ഒരു പ്രതിരോധ നടപടിയാണെന്ന് പറഞ്ഞെങ്കിലും സത്യം അതിനേക്കാൾ ഏറെ ഭീകരമാണ്. സമാധാനത്തിന്റെ പക്ഷത്തുറച്ചു നിൽക്കുന്ന ഖത്തറിന്റെ മണ്ണിൽ ലോകത്തെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരും അധിനിവേശ ശക്തികളുമായ അമേരിക്ക തങ്ങളുടെ പടക്കോപ്പുകൾ നിരത്തുന്നത് ദൗർഭാഗ്യകരമാണ് എന്ന് അഭിപ്രായപ്പെട്ടു. നോർത്ത് കരോലിനയിലെ സൈനിക താവളങ്ങളിൽ നിന്ന് അതീവ രഹസ്യമായി പുറപ്പെട്ട അമേരിക്കയുടെ അത്യാധുനിക ബോയിങ് KC-46A പെഗാസസ് ടാങ്കറുകൾ അൽ ഉദൈദ് ലക്ഷ്യമാക്കി പറന്നിറങ്ങുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സൂചനകൾ വളരെ വ്യക്തമാണ്. ട്രാൻസ്പോണ്ടറുകൾ ഓഫാക്കി റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് നടത്തിയ ഈ ആകാശയാത്ര വെറും ഒരു വിമാന വിന്യാസമല്ല, മറിച്ച് മധ്യപൂർവ്വ ഏഷ്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കാനുള്ള ഒരു വലിയ പടയൊരുക്കത്തിന്റെ ഭാഗം കൂടിയാണ്. 96,000 കിലോയിൽ അധികം ഇന്ധനം വഹിക്കാൻ ശേഷിയുള്ള ഈ പറക്കുന്ന ഇന്ധനശാലകൾ ഒരേ സമയം 3 യുദ്ധവിമാനങ്ങൾക്ക് വരെ ആകാശത്ത് വെച്ച് ഇന്ധനം നൽകാൻ പ്രാപ്തമുള്ളവയാണ്. ഇതിനർത്ഥം അമേരിക്കൻ ബോംബർ വിമാനങ്ങൾക്ക് തങ്ങളുടെ താവളങ്ങളിൽ മടങ്ങിയെത്താതെ തന്നെ ശത്രുരാജ്യങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ വരെ കയറി മാരകമായ ആക്രമണങ്ങൾ നടത്താൻ സാധിക്കും എന്നാണ്. ഭൂപടത്തിൽ ഒരു ചെറിയ മുനമ്പ് മാത്രമാണ് ഖത്തർ. എന്നാൽ നയതന്ത്ര ഭൂപടത്തിൽ ആ രാജ്യം ഇന്ന് ഏത് വൻശക്തിയേക്കാളും ഉയരത്തിലാണ്. ലോകം എവിടെയെല്ലാം വഴിമുട്ടി നിൽക്കുന്നുവോ അവിടെയെല്ലാം ഖത്തർ ഒരു തുറന്ന വാതിലായി നിലകൊള്ളുന്നുമുണ്ട്. ഖത്തറിന്റെ നയതന്ത്ര ശൈലി എന്നത് ആയുധങ്ങളുടെ ശക്തിയിലല്ല, മറിച്ച് സംവാദങ്ങളുടെ മൂല്യത്തിലാണ് വിശ്വസിക്കുന്നത്. അവർ ഒരിക്കലും ഒരുപക്ഷം ചേർന്ന് ആയുധമെടുക്കാറില്ല. പകരം കടുത്ത ശത്രുതയിലുള്ള രാജ്യങ്ങളെ പോലും സ്നേഹത്തിന്റെയും ചർച്ചയുടെയും ഭാഷയിൽ ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുത്താനുള്ള മാന്ത്രികതയാണ് ഖത്തർ വർഷങ്ങളായി പ്രകടിപ്പിക്കുന്നത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ അശാന്തി വിതയ്ക്കപ്പെടുമ്പോൾ അവിടെ ആശ്വാസമായി എത്തുന്നത് ഖത്തറിന്റെ വിശ്വസ്തമായ സഹായ ഹസ്തങ്ങളാണ്. അയൽ രാജ്യമായ ഇറാനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ അത്യന്തം ഗൗരവമാണ്. സാമ്പത്തിക മാന്ദ്യത്തിനും വിലക്കയറ്റത്തിനുമെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ഭരണകൂടം അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഈ ആഭ്യന്തര പ്രതിസന്ധിയെ മാനുഷികമായല്ല, മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായുള്ള സുവർണ അവസരമായാണ് അമേരിക്ക കാണുന്നത്. ഇറാനിലെ ജനത തങ്ങളുടെ അവകാശങ്ങൾക്കായി പൊരുതുമ്പോൾ അതിർത്തിയിൽ യുദ്ധവിമാനങ്ങൾ അണിനിരത്തുന്നത് ആ പോരാട്ടത്തിന്റെ പരിശുദ്ധി കെടുത്തിക്കളയുന്നു. ഇറാൻ ഭരണകൂടം നേരിടുന്ന ഈ വലിയ പ്രതിസന്ധിയെ സൈനികമായി ഉപയോഗപ്പെടുത്തി മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാനാണ് വാഷിംഗ്ടൺ വരെ ശ്രമിക്കുന്നത്. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ സൈനിക വിന്യാസങ്ങളെ റഷ്യയും ചൈനയും അതീവ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. സമുദ്രമേഖലയിൽ റഷ്യയുടെ പതാകയുള്ള കപ്പലുകളെ പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കടുത്ത ഭാഷയിൽ നേരിട്ടത് ലോകം കണ്ടതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ അന്ത്യശ്വാസത്തിന് മുന്നിൽ മുട്ടുമടക്കിയ കാഴ്ച സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുടെ സൂചന കൂടിയാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മധ്യപൂർവേഷ്യയിലെ ഓരോ നിഴൽ ചലനവും നിർണായകമാണ്. ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ഈ മണ്ണിൽ തങ്ങളുടെ വിയർപ്പൊഴുക്കുന്നുണ്ട്. അവരുടെ സുരക്ഷയും ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളും ഈ മേഖലയിലെ സമാധാനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഖത്തറിന്റെ സമാധാന ദൗത്യങ്ങളെ ഇന്ത്യ എക്കാലവും പിന്തുണച്ചിട്ടുമുണ്ട്. വൻ ശക്തികൾ ആയുധങ്ങൾ കൊണ്ട് കളിക്കുമ്പോൾ ഇന്ത്യയും ഖത്തറും മനുഷ്യത്വത്തിന്റെയും വിവേകത്തിന്റെയും പക്ഷത്താണ് ഇന്നും നിലകൊള്ളുന്നത്. അൽ ഉദൈദ് താവളത്തിലെ ഈ പുതിയ വിന്യാസം മേഖലയിലെ അറബ് രാജ്യങ്ങൾക്കിടയിൽ പരസ്പര അവിശ്വാസം വളർത്താൻ മാത്രമേ സഹായിക്കൂ. ഒരു കൈകൊണ്ട് സമാധാന ഉടമ്പടികൾക്ക് ഒപ്പിടുകയും മറുകൈകൊണ്ട് യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പ് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ലോകക്രമത്തിനും യോജിച്ചതല്ല. ആയുധങ്ങളിലൂടെ സമാധാനം സ്ഥാപിക്കാമെന്ന അമേരിക്കൻ മിഥ്യധാരണ മേഖലയെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിടുകയാണ്. ഖത്തർ പടുത്തുയർത്തുന്ന സമാധാനത്തിന്റെ പാലങ്ങൾ അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ ചിറകുകൾക്കിടയിൽ തകരുന്ന കാഴ്ച നിരാശാജനകമാണ്. സമാധാനം എന്നത് ആയുധങ്ങളുടെ ശക്തി കൊണ്ട് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. അത് വിവേകപൂർണമായ തീരുമാനങ്ങളിലൂടെയും പരസ്പര വിശ്വാസത്തിലൂടെയും ഉണ്ടാകേണ്ടതാണ്. അമേരിക്കയുടെ സായുധ വിന്യാസങ്ങൾ ഒരു സമ്മർദ്ദ തന്ത്രമാണെങ്കിലും അത് ലോകത്തെ ഒരു വിനാശകരമായ യുദ്ധത്തിലേക്കാണ് നയിക്കുന്നത്. സംഘർഷങ്ങളല്ല, മറിച്ച് വിവേകപൂർണമായ സഹകരണമാണ് ലോകത്തിന് ഇപ്പോൾ ആവശ്യം. അൽ ഉദൈദിലെ റൺവേകളിൽ നിന്ന് അമേരിക്കൻ വിമാനങ്ങൾ കുതിച്ചുയരുമ്പോൾ അത് കേവലം ഇന്ധന ടാങ്കുകൾ മാത്രമല്ല നിറയ്ക്കുന്നത്, മറിച്ച് മധ്യപൂർവേഷ്യയുടെ ആകാശത്ത് ഭീതിയുടെ കറുത്ത മേഘങ്ങൾ കൂടിയാണ്. ആയുധങ്ങളുടെ ഗർജനത്തിലൂടെയല്ല, മറിച്ച് സംഭാഷണങ്ങളുടെ ശാന്തതയിലൂടെയാണ് സമാധാനം പുലരേണ്ടതെന്ന് ഖത്തർ എന്ന കൊച്ചു രാജ്യം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. അമേരിക്കൻ അഹന്തയ്ക്ക് മുന്നിൽ തങ്ങളുടെ നയതന്ത്ര വിവേകം പണയപ്പെടുത്തുന്നില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഖത്തറാണ് നാളത്തെ ലോകത്തിന്റെ യഥാർത്ഥ നായകൻ. വിനാശകത്തിന്റെ വക്കിലല്ല, മറിച്ച് നീതിയുക്തമായ ഒരു പുതിയ ലോകക്രമത്തിന്റെ ഉദയത്തിനായാണ് ഖത്തർ കാതോർക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.